ദ ഗിംപിലേക്ക് സ്വാഗതം. എന്റെ പേര് റുഡോൾഫ് സ്റ്റെയ്നാർഡ്. നോർത്തേൺ ജർമ്മനിയിലെ ബ്രെമനിൽ നിന്നാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഗിംപ് ഒരു ശക്തമായ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാമാണ്. ഈ ട്യൂട്ടോറിയലിൽ ഗിംപും കൂടാതെ അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഒരു ഇമേജിനെ വെബിനു വേണ്ടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഭാവി ട്യൂട്ടോറിയലുകളിൽ വിശദമായ വിശദീകരണം ഞാൻ നൽകുന്നതാണ്. ഒരു ഇമേജ് തുറക്കുന്നതിനായി ഞാൻ ഈ ഇമേജിനെ ടൂൾ ബോക്സിലേക്ക് വലിച്ചിടുന്നു. അതിവിടെ കാണിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഇമേജ് ഒന്ന് നോക്കാം. എനിക്ക് ഈ ഇമേജിനെ വെബിനായി തയ്യാറാക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ ഇമേജ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിനെ ഒരല്പം തിരിക്കേണ്ടതുണ്ട്. ഈ ഭാഗം നീക്കം ചെയ്യുന്നതിനായി എനിക്കിതിനെ ക്രോപ്പ് ചെയ്യേണ്ടതുണ്ട്, ഒരാളുടെ പിൻവശം. മൂന്നാമതായി എനിക്കിതിന്റെ കളറും കോൺട്രാസ്റ്റും കൂട്ടണം. എനിക്ക് ഈ ഇമേജിന്റെ വലുപ്പം കുറയ്ക്കേണ്ടതായുണ്ട്, കാരണം 4000 പിക്സൽസ് ആണ് ഇപ്പോൾ ഇതിന്റെ വീതി. അതൊരല്പം കുറയ്ക്കേണ്ടതാകുന്നു. കൂടാതെ അതിനുശേഷം അതിനെ ഷാർപ്പൺ ചെയ്ത് ഒരു JPEG ഇമേജായി സേവ് ചെയ്യണം. നമുക്ക് ഇമേജിനെ തിരിച്ചുകൊണ്ട് ആരംഭിക്കാം. എവിടെയാണോ ഇമേജിന്റെ ചെരിവ് വ്യക്തമായി ഉള്ളത്, ഞാൻ ആ ഭാഗത്തേക്ക് സൂം ചെയ്യുന്നു. നിങ്ങൾക്കത് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ കഴ്സർ ചലിപ്പിച്ചും കൂടാതെ സ്പേസ് അമർത്തിയും നിങ്ങൾക്ക് ഇമേജിന്റെ ചുറ്റും നീങ്ങാൻ സാധിക്കും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ടൂളിനെ തിരഞ്ഞെടുക്കുക. റൊട്ടേറ്റ് ടൂളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഓപ്ഷനുകളുണ്ട്. ഇവ ഫോട്ടോഗ്രാഫിക് പ്രവൃത്തികൾക്ക് വേണ്ടിയല്ല, ഗ്രാഫിക്കൽ പ്രവൃത്തികൾക്കായി മാത്രമായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഡയറക്ഷൻ എന്നത് നോർമൽ ഫോർവേഡ് ആയി സെറ്റ് ചെയ്തത് ഞാൻ കറക്റ്റീവ് ബാക്ക്വേർഡ് ആക്കി സെറ്റ് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും മികച്ച ഇന്റർപോളേഷൻ ആണോ കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ പരിശോധിക്കുന്നു. അത് നല്ലതാണ്. കൂടാതെ പ്രിവ്യൂവിൽ ഞാൻ ഇമേജിനു പകരം ഗ്രിഡിനെ തിരഞ്ഞെടുക്കുന്നു. സ്ലൈഡർ നീക്കി ഞാൻ ഗ്രിഡ് ലൈനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. അത് നിങ്ങൾ ഉടനെ കാണും. ഇനി ഞാൻ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജിന് അഭിമുഖമായി ഒരു ഗ്രിഡ് ലഭിക്കുന്നു. ഈ ഗ്രിഡ് സ്ട്രെയിറ്റ് ആണ്. കൂടാതെ കറക്റ്റീവ് മോഡിലുള്ള അതേ ദിശയിൽ എനിക്ക് ഇമേജിനെ തിരിക്കാൻ സാധിക്കും. അതിനാൽ ഗ്രിഡ് വീണ്ടും സ്ട്രെയിറ്റ് ആവുന്നു. ഞാൻ ഇനി ഈ ഗ്രിഡിനെ തിരിക്കുന്നത് കാണിച്ചു തരാം. ഉറപ്പുവരുത്തുന്നതിനായി ഞാൻ ഇമേജിന്റെ മറ്റു ഭാഗങ്ങളും പരിശോധിക്കുന്നു. എനിക്കത് നല്ലതായി തോന്നുന്നു. ഞാൻ ഇനി റൊട്ടേറ്റ് ബട്ടണിൽ അമർത്തുന്നു. ഇമേജ് ഏകദേശം 10 മെഗാ പിക്സൽസ് ആയതുകൊണ്ട് ഇതിന് കുറച്ച് സമയമെടുക്കും. അത് ചെയ്തു കഴിഞ്ഞു. ഇമേജിനെ തിരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ചിത്രത്തിനെ മുഴുവനായി ഒന്ന് നോക്കാം. ഷിഫ്റ്റ് കൺട്രോൾ E എന്നത് നമ്മളെ ഇമേജിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അടുത്ത സ്റ്റെപ്പ് ക്രോപ്പിംഗ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ക്രോപ്പ് ടൂളിനെ തിരഞ്ഞെടുക്കുന്നു. ഇമേജിന്റെ ആസ്പെക്ട് റേഷ്യോ 3:2 ആയാണ് എനിക്ക് വെക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഫിക്സഡ് ആസ്പെക്ട് റേഷ്യോ പരിശോധിച്ച് അതിൽ 3:2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. വെറുതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ബോക്സിൽ നിന്ന് പുറത്തു വരുന്നു. ഇനി എനിക്ക് ക്രോപ്പിംഗ് ആരംഭിക്കാം. എനിക്ക് ഈ വ്യക്തിയുടെ പാദങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തണം, പക്ഷെ ഇമേജിന്റെ ഈ ഭാഗം ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ ഈ പോയിന്റിൽ മൗസിന്റെ ഇടത് ബട്ടൺ അമർത്തിയതിനു ശേഷം മുകൾ ഭാഗത്തേക്ക് വലിച്ച് എനിക്ക് ആവശ്യമായ ഭാഗം സെലക്ട് ചെയ്യുന്നു. ആസ്പെക്ട് റേഷ്യോ സ്ഥിരമാക്കി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എത്രത്തോളം വലിക്കണമെന്ന് എനിക്കിനി തീരുമാനിക്കണം. ഇത്രയും നല്ലതാണെന്ന് തോന്നുന്നു. നമുക്ക് ബോർഡറുകൾ പരിശോധിക്കാം. ഈ ഭാഗം നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ലതായതിനാൽ ഞാൻ അത് അതുപോലെ തന്നെ വയ്ക്കുന്നു. മുകളിൽ ഇവിടെ വിൻഡോകൾ ഉണ്ട്. ഇവ വിൻഡോകളായി കാണുന്നതിനാവശ്യമായ എണ്ണം ഇമേജിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. പാദത്തിന്റെ ഭാഗത്ത് വേണ്ടത്ര സ്ഥലം ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇമേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരല്പം താഴോട്ട് വലിക്കുന്നു. ഇതിപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ധാരാളം വിൻഡോകൾ കാണുന്നുണ്ട്. കൂടാതെ ഇരിക്കുന്ന വ്യക്തി ബോർഡറിന് വളരെ അടുത്താണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇമേജിനെ ഒരല്പം വലുതാക്കാം. ഇവിടെ നമുക്കൊരു പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ഇമേജ് തിരിക്കുന്ന സമയത്ത് സംഭവിച്ചതാണ്.
ഇവിടെ സുതാര്യമായ ഒരു ചെറിയ ഭാഗമുണ്ട്. അത് ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ക്രോപ്പ് ടൂളിലേക്ക് തിരിച്ചു പോകാം. എനിക്ക് ഇവിടെ കുറച്ച് സ്ഥലം ആവശ്യമായുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ മുകളിലേക്ക് വലിക്കുന്നു. അത്ര അധികം വേണ്ട. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഇനി ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്തതും തിരിച്ചതുമായ ഇമേജ് കിട്ടിയിരിക്കുന്നു. ഫുൾ വ്യൂ ലഭിക്കുന്നതിനായി ഷിഫ്റ്റ് കൺട്രോൾ ഇ അമർത്തുക. അടുത്ത സ്റ്റെപ്പ് കളർ കൂടാതെ കോൺട്രാസ്റ്റ് എന്നിവ ഒരൽപ്പം വർദ്ധിപ്പിക്കുകയാണ്. അതിന് ധാരാളം വഴികളുണ്ട്. എനിക്ക് കളർ ലെവലുകൾ ഉപയോഗിക്കാം. ഇവിടെ അത് കർവുകളോ അല്ലെങ്കിൽ സ്ലൈഡറുകളോ ആണ്. പക്ഷെ ഞാനത് ലേയേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഈ ലെയറിന്റെ ഒരു കോപ്പി ഉണ്ടാക്കുന്നു. കൂടാതെ ലേയേഴ്സ് മോഡിനെ ഓവർലേയിലേക്ക് മാറ്റുന്നു. ഇതിന്റെ എഫക്റ്റ് വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് അത് അത്രത്തോളം ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഒപ്പാസിറ്റി സ്ലൈഡറിനെ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കുറച്ച് താഴെയുള്ള ഒരു വാല്യൂയിലേക്ക് നീക്കുന്നു. ഒരു പക്ഷേ ഒരൽപ്പം കൂടി ആവശ്യമാണ്. ഇപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചാനൽ ലിസ്റ്റിൽ പോയി ഫ്ലാറ്റൻ ഇമേജ് അല്ലെങ്കിൽ മെർജ് വിസിബിൾ ലേയേഴ്സ് ചെയ്യാതിരുന്നാൽ എനിക്കിത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അങ്ങനെ ചെയ്താൽ എല്ലാം തിരിച്ചെടുക്കാനാവാത്ത വിധം മാറ്റപ്പെടും. ഞാൻ ഹിസ്റ്ററിയിലേക്ക് തിരിച്ചുപോയി ഹിസ്റ്ററിയെ അൺഡു ചെയ്യാത്ത പക്ഷം. അത് നമ്മൾ പിന്നീട് കാണും. അടുത്ത സ്റ്റെപ്പ് റീസൈസിംഗ് ആണ്. ഞാൻ ഇമേജ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ഇമേജ് ഓപ്ഷനെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഞാൻ 800 പിക്സൽസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. കൂടാതെ ഹൈറ്റിനുള്ള മൂല്യം എനിക്ക് സ്വമേധയാ ലഭിക്കും. ഞാൻ ഈ ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഇമേജ് റീസൈസ് ചെയ്യുമ്പോൾ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ സാധിക്കും. ഇന്റർപോളേഷൻ. ഞാൻ ക്യൂബിക് തിരഞ്ഞെടുക്കാം എന്ന് വിചാരിക്കുന്നു. ഏറ്റവും മുകളിലുള്ള ലെയർ ഒരു ബ്രിക്ക് ബിൽഡിംഗിന്റെ ആർട്ട് എഫക്റ്റ് തരുന്നു. ഇത് വിചിത്രമാണ്. അതിനാൽ ഞാൻ അത് പരിശോധിക്കുന്നു. ഇനി സ്കെയിൽ അമർത്തുക. നമുക്കിനി റിസൾട്ട് നോക്കാം. മുഴുവൻ ഇമേജ് കിട്ടാനായി ഷിഫ്റ്റ് കൺട്രോൾ ഇ അമർത്തുക. ഞാൻ 1 അമർത്തുമ്പോൾ എനിക്ക് 100% സൂം ലഭിക്കും. ഇനി നമുക്ക് ഇമേജിനകത്ത് ശ്രദ്ധ തിരിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. എനിക്കിത് നന്നായി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അടുത്ത സ്റ്റെപ്പ് ഷാർപ്പനിംഗ് ആണ്. എന്റെ ലെൻസും ക്യാമറയും മികച്ചതാണ്. പക്ഷെ നമ്മൾ ഈ ഇമേജിൽ മാറ്റങ്ങൾ വരുത്തിയതിനാൽ അതിനെ ഒന്ന് ചെറുതായി ഷാർപ്പൻ ചെയ്യേണ്ടതാണ്. ഞാൻ ഫിൽറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. ഞാൻ എൻഹാൻസ് അമർത്തി ഷാർപ്പൻ ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ അൺഷാർപ്പ് മാസ്ക് ഉപയോഗിക്കാം. അതൊരു ശക്തമായ ഷാർപ്പനിംഗ് ടൂൾ ആണ്. പക്ഷെ ഇപ്പോൾ ഇത്ര ഷാർപ്പനിംഗ് മതി. ഈ ടൂളിന് അടിസ്ഥാനപരമായി ഒരു ഓപ്ഷനാണ് ഉള്ളത്. അതാണ് ഷാർപ്നെസ് സ്ലൈഡർ. അതിനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ ഇത്തരത്തിലുള്ള ഇമേജിന് ഇത് മതി. ഇതാണ് ഷാർപ്പൻ ചെയ്യാത്ത ഇമേജ്. കൂടാതെ ഞാൻ ഈ സ്ലൈഡർ വലിക്കുമ്പോൾ ഇമേജ് കൂടുതൽ ഷാർപ്പൺ ആകുന്നു. പിന്നെയും നിങ്ങൾ അത് വലിക്കുകയാണെങ്കിൽ ഒരു രസകരമായ എഫക്റ്റ് കിട്ടുന്നു. ഈ ഇമേജിന് ഈ മൂല്യം മതിയെന്ന് ഞാൻ കരുതുന്നു. മുടി വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ചെറിയ ബെൻഡിങ്ങോ അല്ലെങ്കിൽ ഡിസ്റ്റോർഷനോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പുറകോട്ട് വലിക്കുന്നു. ഇപ്പോൾ അത് കൂടുതൽ നന്നായിരിക്കുന്നു. ഇമേജിൽ ഡിസ്റ്റോർഷൻസിനേക്കാളും എനിക്കിഷ്ടം സോഫ്റ്റ് എഫക്ട്സ് ആണ്. നിങ്ങൾ ഇമേജിൽ മാറ്റങ്ങൾ വരുത്തിയതിനുള്ള തെളിവാണിത്. നമുക്ക് റിസൾട്ട് നോക്കാം. അത് നന്നായിരിക്കുന്നു. ഇനി അവസാനത്തെ സ്റ്റെപ്പ് ഈ ഇമേജിനെ സേവ് ചെയ്യലാണ്. ഞാൻ ഫയലിലേക്ക് പോയി സേവ് ആസ് അമർത്തി.
കൂടാതെ യഥാർത്ഥ ഫയൽ എക്സ്റ്റൻഷൻ TIFൽ നിന്ന് JPGയിലേക്ക് മാറ്റി. എന്നിട്ട് സേവ് ബട്ടൺ അമർത്തുക. JPEGന് ഒന്നിൽ കൂടുതൽ ലേയേഴ്സ് ഉള്ള ഇമേജിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന സന്ദേശം ലഭിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇവയെ എക്സ്പോർട്ട് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു ഇമേജിന് 85% എന്നത് ഒരു നല്ല മൂല്യമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഇമേജിനെ ഒരു JPEG ഇമേജായി സേവ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിനെ ഫുൾ സ്ക്രീനിൽ നോക്കാം. ഗിംപിനെ പരിചയപ്പെടുത്തുന്ന ആദ്യ ട്യൂട്ടോറിയലാണിത്. ഭാവി ട്യൂട്ടോറിയലുകളിൽ ഗിംപ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നും കൂടാതെ ടൂളുകളെ കുറിച്ചും മറ്റും വിശദീകരിക്കുന്നതാണ്. നിങ്ങൾക്കൊരു കമന്റ് അയക്കണമെങ്കിൽ info@meetthegimp.org എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. കൂടുതൽ വിവരങ്ങൾ http://meetthegimp.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ, ഭാവിയിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കൂടുതൽ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയ ഭാഗങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്പോക്കൺ ട്യൂട്ടോറിയലിനു വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് പ്രജോന വത്സലൻ.